ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു, നന്നായി ഇഷ്ടപ്പെട്ടു. വിഷ്ണു വിശാലിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും നല്ല പെർഫോമൻസ് ആയിരുന്നു. പോലീസായിട്ട് രാക്ഷസനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ബെസ്റ്റ് ക്രൈം ത്രില്ലർ എന്ന് പറയാം. അങ്ങേരുടെ രാക്ഷസനാണെങ്കിൽ രാക്ഷസൻ എൻ്റെ ഫേവറേറ്റ്, ബട്ട് സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറയാം. ക്ലൈമാക്സ് ഒക്കെ നല്ല ത്രില്ലിംഗ് ആയിരുന്നു, ഓവറോൾ കൊള്ളായിരുന്നു. നമ്മുടെ സെൽവരാഘവൻ സാറിൻ്റെ വില്ലിനസും കാര്യങ്ങളും അടിപൊളി. ബാക്കിയൊക്കെ പറഞ്ഞാൽ പിന്നെ അത് ഇതായി പോകും, കാണേണ്ട മൂവിയാണ്. ഒരു വിറപ്പിക്കുന്ന സൈക്കോ ആയിരുന്നു. ഇല്ല, അങ്ങനെ വിറപ്പിക്കുന്ന സൈക്കോ ഒന്നും പറയാൻ പറ്റില്ല, കണ്ട് തന്നെ മനസ്സിലാക്കുന്ന സിനിമ കൊള്ളാം. നല്ല ക്രൈം സ്റ്റോറി ആയിരുന്നു. കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ജാണർ ഓഫ് പടമാണ്. ഒരു ക്രൈം ത്രില്ലറിലൂടെ ഒരു വലിയ മെസ്സേജ് കൺവേ ചെയ്യുന്ന എത്രത്തോളം നമുക്ക് അയാള് ഒരിക്കലും നമുക്ക് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തായാലും പറ്റില്ല. അത് ആരും ഇൻഫ്ലുവൻസ് ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. മൊത്തമായിട്ടില്ല, പക്ഷേ കൊള്ളാം. എന്നാലും നല്ല മൂവി, സൂപ്പറാണ്. കിടിലൻ ഡയറക്ഷനും കാര്യങ്ങളും, കഥയും അടിപൊളിയാണ്. നല്ല അടിപൊളി എല്ലാം അടിപൊളിയായിരുന്നു. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അടിപൊളി നല്ല ടോട്ടലി കൊള്ളാം, നല്ല മൂവിയായിരുന്നു. അത് ഒരു വെറൈറ്റി ത്രില്ലറാണ് മൂവി. അതായത് എപ്പോഴും നമ്മളെല്ലാ മൂവീസിലും കാണുന്ന പോലത്തെ ഒരു ത്രില്ലറല്ല, ഇതൊരു വെറൈറ്റിയാണ്. കൊള്ളാം എന്തായാലും. പിന്നെ സെൽവരാഘവൻ സാറായാലും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്ണു വിശാലായാലും സൂപ്പർ. സസ്പെൻസ് ഉണ്ട്, ത്രില്ലിംഗ് ആണ്. നമ്മൾ സീറ്റിൻ്റെ എഡ്ജിൽ ഇരിക്കുകയുള്ളൂ. ത്രില്ലിംഗ് ആണ്. രാക്ഷസനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഇതൊരു വേറെ സ്റ്റോറിയാണ്. അതെ, ഒരു സൈക്കോപാത്താണ്. പക്ഷേ ലാസ്റ്റ് സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് ഉണ്ട്. കൊള്ളാം എന്തായാലും, മസ്റ്റ് വാച്ചബിൾ. രാക്ഷസനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രാക്ഷസനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രാക്ഷസനാണ് സൂപ്പർ. ബട്ട് ഇതൊരു വെറൈറ്റി ത്രില്ലർ. നമ്മളെപ്പോഴും ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ പക്ഷേ ഇതൊരു ഡിഫറെൻ്റ് ആണ്. അത് ഫസ്റ്റ് ആ സീനിൽ പോയി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഡിഫറെൻറ്റ്. താങ്ക് യു. വളരെ സൂപ്പർ പടം. നമ്മുടെ അതായത് ഒരു അഞ്ചാം പാതിരയും പിന്നെ രാക്ഷസനും എല്ലാം കൂടിയൊക്കെ മിക്സ് ചെയ്ത് വന്ന പ്രതീതിയാണ്. പക്ഷേ ഇതിൻ്റെ ബ്രില്യൻസ് ആണ്, അതിൻ്റെ ഇൻ്റലിജൻസ്. അതായത് ഒരു ഷെർലക് ഹോംസിൻ്റെ നോവൽ വായിക്കുന്നില്ലേ, അതേപോലെയുള്ള ഒരു ഇതാണ് നമുക്കുണ്ടാകുന്നത്. കാരണം വെച്ചാൽ അതേപോലെ ഇതിൻ്റെ അന്വേഷണം പോകുന്നത്. അതായത് ഈ ക്രൈം എങ്ങനെ എവിടെ എപ്പോൾ നടക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് കഥ പോകുന്നത്. എന്തായാലും പടം നല്ല സൂപ്പറാണ്, കാരണം നമുക്ക് കണ്ടിരിക്കാം. രാഷ്ട്രത്തെ അന്ന് കണ്ടപ്പോൾ എനിക്ക് രാഷ്ട്രമാണെന്ന് തോന്നി. പക്ഷേ ഈ പടം കണ്ടപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണിത്. ഇതിനകത്തൊരു നല്ല മെസ്സേജുണ്ട്. അതായത് ക്രൈം ത്രില്ലറാണെങ്കിൽ പോലും ഇതിനകത്തൊരു നല്ല മെസ്സേജുണ്ട്.